അധ്യാപികമാരുടെ ലഹരിക്കടത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് വടകരയിൽ അധ്യാപികമാർ അറസ്റ്റിലായ MDMA കേസിൽ ലഹരി സംഘം കൂടുതൽ സ്ത്രീകളെ മറയാക്കിയെന്നാണ് കണ്ടെത്തൽ. ലഹരി കച്ചവടത്തിന്റെ സാമ്പത്തിക ഇടപാടിനാണ് സ്ത്രീകളെ മറയാക്കിയത്. അധ്യാപികമാരുടെ അക്കൗണ്ടുകൾ വഴിയാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം നടത്തിയത്. ഓരോ ഇടപാടിനും നിശ്ചിത ശതമാനം തുക ഈ അധ്യാപികമാർക്ക് കമ്മീഷനായി നൽകി. മറ്റൊരു അധ്യാപികയും പോലീസിന്റെ സംശയ നിഴലിലാണ്. കൂടുതൽ പേരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസിൽ ഇതുവരെ 2 അധ്യാപികമാരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ശരത് SS വിവരങ്ങൾ നൽകും. ശരത്, അപ്പോൾ KC കീർത്തന ആദ്യം അറസ്റ്റിലാവുന്നു, പിന്നീട് കഴിഞ്ഞ ദിവസം കാവ്യ അറസ്റ്റിലാവുന്നു. അപ്പോൾ ഈ ലഹരി മാഫിയ ഈ അധ്യാപികമാരെ ഈ ലഹരിക്കടത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി, അതായത് ആർക്കും പെട്ടെന്ന് സംശയം തോന്നാത്ത തരത്തിൽ ഈ അധ്യാപികമാരെ ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കടത്ത് നടത്തുകയായിരുന്നു. കൂടുതൽ അധ്യാപകരെ ഈ സംഘം ലഹരി മാഫിയയിൽ പെടുത്തിയിട്ടുണ്ടോ? ഈ സഹായിക്കാനായി കൂടുതൽ അധ്യാപകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? വടകരയിൽ ലഹരി കച്ചവടത്തിന്റെ സാമ്പത്തിക ഇടപാടിന് കൂടുതൽ സ്ത്രീകളെ കരുവാക്കി എന്നുള്ളതാണ് എന്തായാലും പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലായി 2 അധ്യാപികമാരെയാണ് ഈ കേസിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ കീർത്തനയാണ് പോലീസ് പിടികൂടുന്നത്. നേരത്തെ വടകരയിൽ യുവാവിനെ ചോദ്യം ചെയ്തിരുന്നാണ് കീർത്തനയുടെ പങ്ക് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ കീർത്തനയെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കീർത്തനയുടെ ബാങ്ക് വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പരിശോധനയിലാണ് ഈ പേരാമ്പ്രയിലെ തന്നെ പേരാമ്പ്ര BRCയിലെ അധ്യാപിക കൂടിയായ കാവ്യയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. കീർത്തനയുടെ അക്കൗണ്ടിൽ വന്ന പണമൊക്കെ തന്നെ കാവ്യയുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. ഇത് ലഹരി കച്ചവടത്തിന്റെ ഭാഗമായി നടത്തിയ ഇടപാടാണ് എന്നുള്ളത് തന്നെയാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. അതായത് ആവശ്യക്കാർ ലഹരി വസ്തുക്കൾക്ക് വേണ്ടി ആദ്യം പണം അയച്ചു നൽകുന്നു. കീർത്തനയുടെയോ അല്ലെങ്കിൽ കാവ്യയുടെയോ അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചു നൽകുന്നത്. ഈ പണം ലഭിച്ച ശേഷം ഇവർ ലഹരിയുള്ള അല്ലെങ്കിൽ MDMA ഉള്ള സ്ഥലത്തിന്റെ ലൊക്കേഷൻ അയക്കുന്നു. ആ ലൊക്കേഷനിലെത്തി ഇവർക്ക് ലഹരി കൈമാറുന്നതാണ്, MDMA കൈമാറുന്നതാണ് പ്രവർത്തന രീതി. ഇത് ദീർഘനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഇവരെ അടക്കം പിടികൂടിയിട്ടുള്ളത്. കീർത്തനയുടെ ബാങ്ക് വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പരിശോധനയാണ് കാവ്യയ്ക്കും ഈ ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത്. നിലവിലെന്തായാലും കീർത്തനയിലും കാവ്യയിലും ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സ്ത്രീകളെ മറയാക്കി ഈ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസും കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു അധ്യാപിക കൂടി പോലീസിന്റെ സംശയ നിഴലിലുണ്ട്. അവരുടെ ബാങ്ക് വിവരങ്ങളടക്കം പോലീസ് ഇപ്പോൾ എന്തായാലും പരിശോധിച്ചു വരികയാണ്. ശരി ശരത്, അപ്പോൾ ഈ ലഹരിക്കടത്തിൽ അധ്യാപികമാരുടെ പങ്ക് കണ്ടെത്താൻ വിശദമായ വ്യാപകമായ പരിശോധനയാണ്.